ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു ചെറിയൊരു കംബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുമ്മാ ഓഫ് ക്യാമറയിലിരുന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും അല്ല ഗെയ്സ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ ആൾക്കാരെ ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ റൂമൊക്കെ സെറ്റാക്കി ഞാൻ ഇടയ്ക്കൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ അത് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഇവിടെയൊക്കെ പുതിയ റൂമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗീസ്. ഇനിയും ഒത്തിരി പണിയണം. ഞാൻ ഇവിടെയൊക്കെ കുറച്ചും കൂടി സെറ്റാക്കണം എന്നുണ്ട്. അതൊക്കെ ചെയ്യണം പെയ്യെ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം അത്ര തന്നെയുള്ളൂ, നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഉണ്ട്, കാരണം ഞാൻ ഇവിടെ പാത്തൊക്കെ സെറ്റാക്കി ഗൈസ്. പിന്നെ ഈ മുകളിലൊരു മരം പണിഞ്ഞ്, ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ. അതൊക്കെ പണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിപ്പം പുതുതായിട്ട് പണിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അതിന് ചെയ്യണം, അതിന് പേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ പേര് പംകിൻ നട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് മറ്റേ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ പല മാറ്റങ്ങളുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ അവിടെ ഒരു ട്രീ ഫാം സെറ്റാക്കി. എനിക്കിത് ഇങ്ങനത്തെ സ്പ്രൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ചെറിയൊരു എക്സ്പ്ലോറിങ്ങിനൊക്കെ പോയി, വേറെ ഭയവും കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് സ്പ്രൂസും പിന്നെ മെലണൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇനി ഇതൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, സ്പ്രൂസൊക്കെ കിട്ടി, സെറ്റായി. ഞാൻ ഓക്ക് നോക്കിയാണ് പോയത്, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും അതൊക്കെയാണ്. പിന്നെ നമ്മുടെ വീറ്റ് ഫാം നമ്മൾ സെറ്റാക്കി. വീറ്റ് ഫാം അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു നട്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും ഈ ഒരു സ്ഥലത്താണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു സൈഡൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഏകദേശം ഒരേ ലെവലിൽ കംപ്ലീറ്റ് നട്ട് കഴിഞ്ഞാൽ രസമുണ്ടാവും. ഈ സ്ഥലത്ത് മലയൊക്കെ പൊട്ടിച്ചിട്ട് താഴ്ഭാഗത്ത് നടുവാണെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവും തോന്നും. അതൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ നട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ഥലം ഫുള്ളൊരു ഇച്ചിരി ഫാമിങ്ങും അങ്ങനത്തെ വീടൊക്കെ പണിഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇതവിടെ ബീട്രൂട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും എടുക്കാം. പിന്നെ ഒരു ഡെക്കറേഷൻ പോലെ ഇവിടെ ഒരു ഫാമിങ് ഒരു ഐലൻഡ് പോലെ നല്ല രസമായിരിക്കും. ഒത്തിരി വീടൊക്കെ ആയിട്ട് ഇവിടെ പൊട്ടറ്റോ ഉണ്ട് കേസ്. ഇതൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, നമുക്ക് പേപ്പറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഈ സൈഡിൽ നമുക്ക് മറ്റേ ചില വീടുകളും ഒരുപാട് പശുവിനെ ആടിനെയൊക്കെ അങ്ങനത്തെ ആ ഒരു വൈബിലുള്ളൊരു സ്ഥലം ഈ ഒരു ഐലൻഡ് ആക്കി എടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും അവിടെ ഫുൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കേസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്, അതിനോ ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെന്താ നമുക്ക് കാണിക്കാനുള്ളത്? പിന്നെ മെയിനായിട്ട് നമുക്ക് കാണിക്കാനുള്ളത്, നമുക്കതാ ഇവന്മാർക്കൊക്കെ പേരിടണം അല്ലേ. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പേര് പറ എന്ന്, പക്ഷെ ഞാൻ ഇടത്തില്ല. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ പറയുന്ന പേര് എന്തായാലും ഞാൻ ഇടും. കാരണം എൻ്റെ കയ്യിൽ ഒത്തിരി നെയിം ടാഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പേര് ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ പേര്, നിങ്ങൾ എന്ത് പൊട്ടപ്പേരിട്ടാലും ഞാൻ പറയാനായിരിക്കും. അത് നമ്മുടെ ഈ ഒരു പെട്ടി തുറക്കുവാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ് ഗൈസ്, എന്തോരാന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ ആർമർ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെ അല്ല, ഡയമണ്ടിൻ്റെ ഫുൾ ആർമറും അതുപോലെ തന്നെ ടൂൾസും ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ കണ്ടോ, എമറാൾഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്റ്റാക്കോ 2 സ്റ്റാക്കൊക്കെ ആക്കണമെന്നാണ് വിചാരിക്കുന്നത്, എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതുപോലെ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരേപോലെ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും എൻജോയ്ൻ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ അല്ല മെയിനായിട്ടും എമറാൾഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വെട്ടി തുറക്കുമ്പോൾ കാണിച്ചിരിക്കുമെന്ന്. അപ്പോൾ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും എനിക്കും സബ്സ്ക്രൈബ് തരും. എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ കുറഞ്ഞു വരുവാണ്. വീഡിയോ ഇടാത്തതുകൊണ്ടാവാം, ഞാൻ ഇടും ഗൈസ്, ഇടും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിവിടെ ഒരു
നേരത്തെ നമ്മളൊരു പന്നീനെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി, അതിനെയൊക്കെ ഞാൻ രക്ഷിച്ച് വിട്ടു. പക്ഷേ അതിനെ ഞാൻ കൊന്നു, അത് വേറെ കാര്യം. ആൻഡ് ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ഇതേമാതിരി ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ഈ കോബിൾ സ്റ്റോണും ഡേർട്ടൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ പിന്നെ മേപ്പോട്ടൊന്നും ഒന്നും കാണിക്കില്ല, പിന്നെ അതൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കാണിക്കാനായിട്ട് മെയിനായിട്ട് ഉള്ളത്. ഞാനിത് 4-ാമത്തെ വട്ടമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ വട്ടം വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്, ഇന്നാൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ഇടാൻ പറ്റാഞ്ഞത്. കാരണം ഞാനിങ്ങനെ വോയിസ് ഓവർ ഇടും, പക്ഷെ അത് സൗണ്ട് കുറഞ്ഞു പോകും. ഇതിപ്പോൾ സൗണ്ട് കുറഞ്ഞാലും കൂടിയാലും ഞാൻ ഈ വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ സെറ്റാക്കി ഓരോ ദിവസവും ഓരോ ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ 500 ദിവസമായ എൻ്റെ സന്തോഷം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ടു വീഡിയോയിലേക്കൊക്കെ ആ ഒരു ഫ്ലോയിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.